Hi all, welcome to the world of statistics. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിന്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് 4 മാർക്ക് ക്വസ്റ്റ്യൻസും 15 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് സ്റ്റഡി ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 8606031469. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ മെറ്റീരിയൽസും നമ്മുടെ ക്ലാസിന്റെ കാര്യങ്ങളും, ഇപ്പോൾ ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിന്റെ ഒരു ഇത്രയും നാളും പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒരു ക്ലാസ് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ നൗ നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അറിയാലോ, 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സെക്കൻഡ് പാർട്ട് സെഷൻ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. സോ സ്ട്രെയിറ്റ്ലി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ മൊത്തം ഒരു 8 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. നമുക്ക് അതിലൊരു 6 എണ്ണം ആൻസർ ചെയ്താൽ മതിയാവും, പക്ഷെ നമ്മൾ 8 ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 മാർക്സ്. ഓരോ ക്വസ്റ്റ്യൻസിനും 4 മാർക്സ് വീതമാണ് ഉള്ളത്. So 23rd question. State the merits and demerits of crude birth rate. ഇതുപോലെ ഒരാളെ നമ്മൾ ഫസ്റ്റ് പാർട്ട് വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ക്രൂഡ് ഡെത്ത് റേറ്റ്. അത് മോർട്ടാലിറ്റി റേറ്റ്സിൽ ഒന്നാമത്തെ ആയിരുന്നു ക്രൂഡ് ഡെത്ത് റേറ്റ്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഫെർട്ടിലിറ്റി റേറ്റിനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. സിംപ്ലി നമ്മൾ CBR എന്ന് ഡിനോട്ട് ചെയ്യും. CBR എന്ന് ഡിനോട്ട് ചെയ്യും. അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്രൂഡ് ബർത്ത് റേറ്റ് എന്താണെന്ന് അറിയാലോ. നമ്മൾ ക്രൂഡ് ഡെത്ത് റേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർ ഓഫ് ഫെർട്ടിലിറ്റി ആണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഇസ് ആൻ ഇൻഡെക്സ് ഓഫ് ദ റേറ്റ് അറ്റ് വിച്ച് അഡിഷൻസ് ആർ ബീയിങ് മെയ്ഡ് ത്രൂ ചൈൽഡ് ബർത്ത്. അതായത് ചൈൽഡ് ബർത്തിലൂടെ നടക്കുന്ന ഒരു അഡീഷൻ, ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ ഈ ക്രൂഡ് ബർത്ത് റേറ്റിലൂടെ പറയുന്നത്. അതായത് ഒരു റീജിയണിലെ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ, അതാണ് ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറയാ, ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർഡ്സിനെ ഞാൻ BT എന്ന് ഡിനോട്ട് ചെയ്യാണ്, ടോട്ടൽ പോപ്പുലേഷനെ ഞാൻ PT എന്ന് ഡിനോട്ട് ചെയ്യാണ് അറ്റ് ദ ടൈം ഇന്റർവൽ T. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ദ ക്രൂഡ് ബർത്ത് റേറ്റ്. അപ്പൊ എന്താ ക്രൂഡ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്? Total number of live child birth divided by total population into 1000 or K. Usually K denotes 1000. That is the crude birth rate. നമ്മളോട് അത് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ് ചോദ്യം. ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാ? ക്രൂഡ് ബർത്ത് റേറ്റിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാ? 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു 2 മെറിറ്റും 2 ഡിമെറിറ്റും തന്നെ ധാരാളം. പിന്നെ അറിയാമെങ്കിൽ 2-3 എണ്ണം എഴുതിക്കോ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എപ്പോഴും മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതി. ക്രൂഡ് ബർത്ത് റേറ്റിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് സിംപ്ലസ്റ്റ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ഇനിയിപ്പോ ഇതൊരു 15 മാർക്കിന് ചോദിക്കുകയാണെങ്കിലോ അത്യാവശ്യം നല്ലോണം പോയിന്റ്സ് എഴുതണം. ഞാനിപ്പോ ഒരു 4 മാർക്സിനുള്ളതാണ് പറയുന്നത്. 15 മാർക്സിന് വേണമെങ്കിലും മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് എഴുതാം. ഒരുപാട് മെറിറ്റ്സും ഡിമെറിറ്റ്സും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് നോട്ട്സ് വേണമെങ്കിൽ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അങ്ങനെ ഫുൾ നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അവൈലബിൾ ആണ്, ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് ഫ്രം സെമസ്റ്റർ 1 ടു സെമസ്റ്റർ 6. ഓക്കെ, അപ്പൊ ഇതിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. വളരെ സിംപ്ലസ്റ്റ് ആണ്, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2, റിക്വയർഡ് മിനിമം ഡേറ്റ. വളരെ മിനിമം ഡേറ്റ മതി ഇത് കണ്ടുപിടിക്കാനായിട്ട്. റിക്വയർഡ് മിനിമം ഡേറ്റ, കുറച്ച് ഡേറ്റ മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഈ കുറച്ച് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഒന്ന്, ആ പ്രദേശത്തെ അല്ലെങ്കിൽ ഏത് ടൈം പീരീഡ് ആണോ ആ ടൈം പീരീഡിലെ നമ്പർ ഓഫ് ലൈവ് ബർഡ്സ് വേണം. 2, അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ വേണം. ഇത് രണ്ടും കിട്ടിയാൽ തന്നെ നമുക്ക് CBR കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇറ്റ്സ് റിക്വയർഡ് മിനിമം ഡേറ്റ. ഇനി ഇതിന്റെ ഡിമെറിറ്റ് എന്തൊക്കെയാ? It is unreliable because it completely ignores the age and sex distribution. അതായത്
ഇത് ആ പെർട്ടിക്കുലർ ടൈം പീരീഡിലെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ആ ഒരു ഏരിയയിലെ ഏജ് ആൻഡ് സെക്സ് ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു കമ്പാരിസണിന് വേണ്ടിയിട്ട് അങ്ങനെ അത്ര നല്ലൊരു മെഷർ ആയിട്ട് കൺസിഡർ ചെയ്യാനൊന്നും പറ്റില്ല. അതായത് നമ്മളിപ്പോ ഇവിടെ പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബേർഡ്സിനെ പറയുന്നുള്ളൂ. അതിൽ എത്ര ആൺകുഞ്ഞുങ്ങളുണ്ട് എത്ര പെൺകുഞ്ഞുങ്ങളുണ്ട് എന്ന് നമ്മൾ മോഡിഫൈ ചെയ്ത് പറയുന്നില്ല, അല്ലെ? അവരുടെ സെക്സും ഏജ് കോമ്പോസിഷനും ഒന്നും നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ എത്ര പ്രായത്തിലുള്ള ലൈവ് ബേർഡ്സ് എന്ന് വെച്ചാൽ എത്ര പ്രായത്തിലുള്ളവരാണ്, ആ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര പ്രായത്തിലുള്ളവരുണ്ട്, അങ്ങനെ ഒന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊരു നല്ല കമ്പാരിസൺ മെഷർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇഗ്നോർസ് ദ ഏജ് ആൻഡ് സെക്സ് ഡിസ്ട്രിബ്യൂഷൻ. Second one, not suitable for comparison between populations. Not suitable for comparison between populations. Populations തമ്മിലുള്ള ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെഷർ അങ്ങനെ എടുക്കാറില്ല. Why? കാരണം ഈ ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പില്ലേ, that is entirely different in different countries. അതായത് എല്ലാ കൺട്രിയിലും ഒരേപോലെ അല്ല ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു 15 to 49 ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെയ്യുമ്പോൾ അതൊരു 12 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പല സ്ഥലങ്ങളിലും ഈ ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഏജും സെക്സ് കോമ്പോസിഷനും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ how we can consider it as a good measure of comparison? So it is not suitable for comparison. ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർ ഒന്നും അല്ല. ഇതാണ് ആക്ച്വലി ഇതിന്റെ എന്ത് മെറിറ്റ്സും ഡിമെറിറ്റ്സും. പിന്നെ ഒരുപാട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഞാനിപ്പം അങ്ങനെ പറയുന്നില്ല. ഓക്കെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം CBR is not a probability ratio, അങ്ങനെയൊക്കെ പറയാം. തൽക്കാലം ഒരു 4 മാർക്സ് അറിഞ്ഞിരിക്കും. Next question is very simple and we can answer this question very logically. അതായത് ആക്ച്വലി ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിന്റെ കംപ്ലീറ്റ് തിയറി ഒന്നും അറിയില്ലെങ്കിൽ പോലും we can answer this logically. എങ്ങനെ? What are the main sources of experimental errors? Experimental errors ന്റെ main sources ഏതൊക്കെയാണ്? What methods are adopted to increase the efficiency of a design? ഒരു ഡിസൈനിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ here what are the main sources of experimental errors? Experimental errors ന്റെ main sources എന്തൊക്കെയാണ്? Environmental errors ഒരു സോഴ്സ് അല്ലേ? Environmental errors. Environmental errors experimental errors ഉണ്ടാക്കാറുണ്ട്. ബിക്കോസ് ഇപ്പൊ നമ്മൾ ഫാമിംഗ് ആണ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ environment is a very big part of the experimental errors, അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ സോയിൽ ഫെർട്ടിലിറ്റിയും പറയാം. സോയിൽ ഫെർട്ടിലിറ്റി ഒരു എക്സ്പെരിമെന്റൽ എറർ ആയിട്ട് പറയാം. പിന്നെ മെഷർമെന്റ് എററുകൾ പറയാം. നമ്മൾ മെഷർ ചെയ്യുന്ന ലാസ്റ്റിൽ ഈൽഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് മെഷർ ചെയ്യുന്നതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. മെഷർമെന്റ് എറേഴ്സ് പറയാം. ബയോളജിക്കൽ വേരിയേഷൻസ് പറയാം. റാൻഡം എറേഴ്സ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. റാൻഡം എറേഴ്സ് ഒരു എക്സ്പെരിമെന്റൽ എറർ ആണ്. അതായത് റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് എററുകളാണ് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ളത്. ഒന്ന് റാൻഡം എറേഴ്സ്, രണ്ട് പ്രഡിക്റ്റീവ് എറർ അല്ലെങ്കിൽ കൺട്രോളബിൾ എറർ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എററുകളും ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എററുകളും ഉണ്ട്. ഇപ്പൊ വാട്ടർ ഡെഫിഷ്യൻസി നമുക്കൊരു പരിധി വരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൗ? നമുക്ക് പല സോഴ്സുകളിൽ നിന്ന് വാട്ടർ എത്തിക്കാം. അപ്പൊ നമുക്ക് അതൊരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്ലഡ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? ഒരു പെട്ടെന്നൊരു ഫ്ലഡ് സംഭവിക്കാം, അത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ബിയോണ്ട് ദ ഹ്യൂമൻ കൺട്രോൾ. അത് ഹ്യൂമൻ കൺട്രോളിന് പുറത്താണ്. ദാറ്റ് ഇസ് റാൻഡം എറേഴ്സ്. ഇങ്ങനെ ഒരുപാട് എററുകള് എന്താ എക്സ്പെരിമെന്റൽ എററിന്റെ സോഴ്സുകളാണ്. ഓക്കെ, അപ്പൊ ഇത് 4 മാർക്സിനാണ്. വേണമെങ്കിൽ ഇത് ഇങ്ങനെ മാത്രം എഴുതാം, കാരണം നമ്മൾ ഈ മെത്തേഡ്സും കൂടെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് 2 മാർക്സ് വെച്ചിട്ടായിരിക്കും മിക്കവാറും. അപ്പൊ 2 മാർക്സിന് ഇത് മതി. ഇനി വാട്ട് ആർ ദ മെത്തേഡ്സ് ആർ അഡോപ്റ്റഡ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് എ ഡിസൈൻ? റെപ്ലിക്കേഷൻ. അതല്ലേ നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിക്കുന്നേ. ദീസ് ആർ ദ പ്രിൻസിപ്പൽ properties of a design: replication, randomization, local control, standardization.
സ്റ്റാൻഡർഡൈസേഷൻ. ഈ സ്റ്റാൻഡർഡൈസേഷൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വി ആർ ഇംപ്ലിമെന്റിംഗ് സ്ട്രിക്ട് പ്രോട്ടോകോൾസ്. അതാണ് സ്റ്റാൻഡർഡൈസേഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും മെത്തേഡ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസൈനിന്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. റെപ്ലിക്കേഷൻ, റാൻഡമൈസേഷൻ, ലോക്കൽ കൺട്രോൾ, സ്റ്റാൻഡർഡൈസേഷൻ. ഓക്കെ, ഇതാണ് 24th ആൻസർ. This is very important and very simple question. Show by suitable examples how replication enables us to apply statistical methods. Suitable examples ഉപയോഗിച്ച് കാണിക്കാൻ, അതായത് ഇത് കാണിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു പണി കിട്ടുന്നത്. How replication enables us to apply statistical methods. Statistical methods അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് how replication enables us to apply statistical methods. ഈ replication ഇപ്പൊ ഇന്നടുത്ത് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് പറയാം. അല്ലെങ്കിൽ ആ റെപ്ലിക്കേഷൻ ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെരിമെന്റൽ എറർ. ഞാൻ എക്സാമ്പിൾ പറയാം. ആദ്യം ഞാൻ ആ പോയിന്റ്സ് എല്ലാം ഒന്ന് പറഞ്ഞോട്ടെ. റെപ്ലിക്കേഷൻ കൊണ്ടുള്ള എന്തൊക്കെയാണ് റെപ്ലിക്കേഷൻ എനേബിൾ ചെയ്യുന്നതെന്ന് പറയട്ടെ. ഒന്ന്, എക്സ്പെരിമെന്റൽ എറർ എത്രത്തോളം ഉണ്ട് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട്, റെഡ്യൂസ് എക്സ്പെരിമെന്റൽ എറർ, അത് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മൂന്ന്, ഇൻക്രീസ് പ്രിസിഷൻ ഓഫ് എസ്റ്റിമേറ്റ്സ്, ആ എസ്റ്റിമേറ്റുകളുടെ പ്രിസിഷൻ കൂട്ടാൻ പറ്റും. ലാസ്റ്റ് വൺ, മേക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് പോസിബിൾ. ഈ 4 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ടും റെപ്ലിക്കേഷൻ എനേബിൾ ചെയ്യുന്നത്. ഒന്ന്, എക്സ്പെരിമെന്റൽ എറർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ എററുകൾ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ എസ്റ്റിമേറ്റുകളുടെ പ്രിസിഷൻ കൂട്ടാനായിട്ട് സാധിക്കും. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ റെപ്ലിക്കേഷൻ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ 1-2 എക്സാമ്പിളുകൾ പറയാം. നിങ്ങൾ കയ്യിൽ നിന്നിട്ട് കുറച്ചൊരു 4 മാർക്കിനുള്ള ഒരു പാരഗ്രാഫ് ആക്കി എടുത്തോളൂ. ഒന്നാമത്തെ എക്സാമ്പിൾ, എഫക്റ്റീവ് ഫെർട്ടിലൈസേഴ്സ് നോക്കണം. 3 ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, എ, ബി ആൻഡ് സി. ഈ എ, ബി ആൻഡ് സി എന്ന് പറയുന്ന ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്റ്റ് എനിക്ക് സ്റ്റഡി ചെയ്യണം. വി വാണ്ട് ടു സ്റ്റഡി the effect of the fertilizers A, B and C. A, B and C എന്ന് പറയുന്ന 3 ഫെർട്ടിലൈസേഴ്സിന്റെ എഫക്റ്റ് എനിക്ക് സ്റ്റഡി ചെയ്യണം. ഓക്കെ, ഞാനിത് റെപ്ലിക്കേഷൻ ചെയ്യാതെ ചെയ്താൽ എന്താ സംഭവിക്കുക? We cannot know if the result is typical or an outlier. അതായത് ശരിക്കും ആ റിസൾട്ടിനെ ഈ ഫെർട്ടിലൈസർ കൊണ്ടിട്ടാണോ സംഭവിച്ചത് അതോ വേറെ എന്തെങ്കിലും ഒരു ഔട്ട്ലയർ കൊണ്ടാണോ എന്ന് റെപ്ലിക്കേഷൻ ഇല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഞാൻ കുറെ ഫാമിംഗ് ചെയ്യുന്നുണ്ട്. അതില് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ചെടിയുടെ അണ്ടറിൽ മാത്രം ഞാൻ ഈ 3 ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ആ ഒരു ചെടിയിൽ നിന്ന് റിസൾട്ട് നോക്കി. ഒരൊറ്റ ചെടിയിൽ മാത്രം ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുക അതിന്റെ എഫക്റ്റ്? ആ ഫെർട്ടിലൈസർ ശരിക്കും ആ ഫെർട്ടിലൈസർ കൊണ്ടാണോ എനിക്ക് അത്രയും ഈൽഡ് കിട്ടിയത്, അതോ നോർമലി അത് ആ സീഡിന്റെ ഗുണമായിരുന്നോ? നമുക്കറിയില്ല. പക്ഷെ അതേസമയം നമ്മളൊരു 10 ചെടിയുടെ അണ്ടറിൽ ഈ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തു. അതിലൊരു 7 എണ്ണം നന്നായിട്ട് വിളിച്ചു. ആ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാത്ത ഒരു 3 എണ്ണം കൂടെ നോക്കുക. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ റെപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് കറക്റ്റ് എഫക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. Replication allows for the calculation of variance within treatment groups. But without replication, we cannot know if a result is typical or an outlier. ആ റിസൾട്ട് ഒരു ടിപ്പിക്കൽ ആണോ അതോ അത് ഏതെങ്കിലും ഔട്ട്ലയർ കൊണ്ടിട്ടുള്ളതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, അതായത് ആ എഫക്ട് സംഭവിച്ചത് ഫെർട്ടിലൈസർ കൊണ്ടാണോ അതോ ഏതെങ്കിലും ഒരു റാൻഡം കമ്പോണന്റ് കൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് റെപ്ലിക്കേഷൻ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതുപോലെ ഈ 3 എണ്ണത്തിന് വേറൊരു എക്സാമ്പിൾ പറയാം. 3 ടീച്ചിങ് മെത്തേഡ്സ്. നമ്മൾ 3 ടീച്ചിങ് മെത്തേഡ്സ് എടുത്തിട്ടുണ്ട്. ഈ ടീച്ചിങ് മെത്തേഡ്സ് നമ്മൾ സ്റ്റുഡൻസിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഒരു കുട്ടിയിൽ മാത്രം അത് അപ്ലൈ ചെയ്താൽ നമുക്ക് ആ കുട്ടിയുടെ ടാലന്റ് കൊണ്ടാണോ അതോ ഈ ടീച്ചിങ് മെത്തേഡ്സിന്റെ ടാലന്റ് കൊണ്ടാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
പക്ഷെ നമ്മളൊരു 10-20 പേരിൽ അത് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെ പല എക്സാമ്പിളുകളും വെച്ച് നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. 4 മാർക്സിന്റെ രീതിയിൽ നിങ്ങൾ ആക്കിക്കൊള്ളുക. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കോണ്ടന്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റന്റെ ആൻസർ. എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെരിമെന്റൽ എറർ, reduce that experimental error, increasing the precision of that estimates and make test possible. Okay, simple alle. Next question. Explain gross reproduction rate. This is very important. രണ്ട് പേരാണ് ഈ ഒരു ഫീൽഡിൽ ഉള്ളത്. ഒന്ന് GRR-ഉം രണ്ട് NRR. ഓക്കെ, GRR എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. NRR എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് റീപ്രൊഡക്ഷൻ റേറ്റ്. ഇങ്ങനെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മാനുവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെച്ച് പഠിച്ചോളൂ. തൽക്കാലം ഞാൻ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് പറഞ്ഞു തരാം. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റൻ ആണ്. അപ്പൊ കുറച്ച് സെന്റൻസുകളും വേണം, ഇതിന്റെ ഡെഫിനിഷനും വേണം, അത്രയും മതി. So what is gross reproduction rate? The gross reproduction rate is the average number of daughters a woman would have if she survived all of her childbearing years, which is roughly to the age of 45. എന്താണ് അപ്പോ? The average number of daughters of a woman would have if she survived all of her childbearing years. ആ ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ 15 to എന്താ പറയാ 45 ആണ്. സോ ദിസ് ഇസ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. അതായത് ആ ഒരു ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് കഴിയുമ്പോൾ എത്ര ആൾക്കാർ സർവൈവ് ചെയ്തു, എത്ര ഡോട്ടേഴ്സ്, എസ്പെഷ്യലി എത്ര ഡോട്ടേഴ്സ് സർവൈവ് ചെയ്തു, ദാറ്റ് ഇസ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ്. അതായത് നമ്മൾ ഭയങ്കര റഫായിട്ട് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ സമ്മേഷൻ ഓഫ് age specific fertility rate of female births. That is important. Female births ന്റെ കാര്യം മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അതാണ് ഡോട്ടേഴ്സ് എന്ന് എടുത്ത് പറഞ്ഞത്. അങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾ ഓർത്ത് വെച്ചാലും മതി. ഗ്രോസ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ that is stress on the daughters, that is female births. അപ്പൊ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സമ്മേഷൻ ഓഫ് ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് ഓഫ് ഫീമെയിൽ ബർഡ്സ്. അതായത് ആ ഒരു ചൈൽഡ് ബിയറിംഗ് ഏജ് ഗ്രൂപ്പ് കഴിയുമ്പോൾ എത്ര പെൺകുട്ടികൾ, എത്ര പെൺകുട്ടികൾ സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റ് പറയുന്നത്. അതേപോലെ നമുക്ക് അടുത്ത വരുന്ന ഒരാളാണ്. പിന്നെ ഈ ഗ്രോസ് റീപ്രൊഡക്ഷൻ റേറ്റിന് നമുക്ക് മെറിറ്റ്സും ഡെമെറിറ്റ്സും ഒക്കെ പറയാം കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ മെയിൻ സോഴ്സസ് ഓഫ് എറേഴ്സ് ഒക്കെ പറയാം. ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് പോകുന്നില്ല, ഒരു 4 മാർക്സ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. നെറ്റ് റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ ഈ GRR-ല് basically completely ignores the current mortality and takes into account the current fertility. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മോർട്ടാലിറ്റി ഒഴിവാക്കിയിട്ടാണ് GRR പറയുന്നത്. ആ ഒരു അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് NRR. അത് നോക്കി പഠിച്ചോളൂ. Okay. Now 27th question. This is very important question. What is confounding in factorial experiment? Factorial experiments ൽ നമ്മൾ confounding എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സെഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് confounding? അപ്പൊ confounding പറയുന്നതിന് മുന്നേ ഞാൻ ഈ factorial experiments എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതേ നമ്മൾ ഈ RBDയും CRD ഒക്കെ ചെയ്യുന്ന സമയത്ത് RBD അതായത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനും ലാറ്റൻ സ്ക്വയർഡ് CRD വിട്ടേക്ക്, ദാറ്റ് ഇസ് വെരി ബേസിക് ഡിസൈൻ.
ഈ RBDയും LSD ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കും, പിന്നെ എറർ സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കും. സോ വളരെ ലെങ്തി ആയിട്ടുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഈ നമ്മുടെ സാധാരണ RBDയിലും LSDയിലും ഒക്കെ വരുന്നത്. ശരിയല്ലേ? ആദ്യം നമ്മൾ SST കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ എഫക്ട് കണ്ടുപിടിക്കും, എന്നിട്ട് പിന്നെ നമ്മൾ എറർ സം ഓഫ് സ്ക്വയേഴ്സ് എററിന്റെ വേരിയബിലിറ്റി എത്രയുണ്ട് എന്ന് മനസ്സിലാക്കും. അതായത് ഓരോ വേരിയബിലിറ്റീസും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. റൈറ്റ്? അപ്പൊ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇന്ററാക്ഷൻ എഫക്റ്റുകൾ ഒന്നും തന്നെ പറയുന്നില്ല. അതായത് ഒരേ സമയത്ത് രണ്ട് എന്താ പറയാ കമ്പോണൻസിന്റെ വേരിയബിലിറ്റീസ് പറയുന്നില്ല, ഇന്ററാക്ഷൻ എഫക്റ്റുകളൊന്നും പറയുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഈ LSDയിലും RBDയിലും ഒക്കെ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? That is particularly useful in experiment situations which require the examination of the effect of varying two or more factors. രണ്ടോ അതിൽ കൂടുതലോ ഫാക്ടേഴ്സ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. That is factorial experiment. അതായത് we here study the effect of several factors. കുറേ ഫാക്ടേഴ്സിന്റെ എഫക്ട് സ്റ്റഡി ചെയ്യും and investigated simultaneously ഒരേ സമയത്ത്. RBDയിലും LSDയിലും ഒക്കെ ഓരോന്നായിട്ടാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിംഗ് ആൻഡ് ലെങ്തി ആൻഡ് കോസ്റ്റ്ലി. ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിൽ ഒരേ സമയത്ത് നമ്മൾ എല്ലാം കൂടെ ചെയ്യും. ഓക്കെ, അതാണ് ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിനകത്ത് എന്താണ് കൺഫൗണ്ടിങ് എന്ന് പറയുന്നത്? അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. വാട്ട് ഇസ് കൺഫൗണ്ടിങ് ഇൻ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്? അപ്പൊ നമ്മൾ ഈ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റിൽ കൺഫൗണ്ടിങ് കൊണ്ടുവരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് when the number of treatment combinations are very large, when the number of treatment combinations is very large. ഈ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് കൂടുമ്പോൾ, ഇപ്പൊ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് അറിയാലോ, ഇപ്പോ എയും ബി എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ വരും? 1 വരും, എ വരും, ബി വരും, എ ബി വരും. അതായത് രണ്ടെണ്ണം വന്നപ്പോ തന്നെ 4 കോമ്പിനേഷൻസ് വന്നു. അപ്പൊ നമ്മൾ 3 ഫാക്ടേഴ്സ് എടുത്താലോ, എ ബി സി, എ ബി ബി സി, എ സി, എ ബി സി. സോ കോമ്പിനേഷൻസ് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് ഭയങ്കരമായിട്ട് കൂടി വരുമ്പോഴാണ് നമ്മൾ ഈ കൺഫൗണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് കൂടിയാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when treatment combinations are very large we cannot accommodate it within a single block. നമുക്കൊരു സിംഗിൾ ബ്ലോക്കിൽ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. We cannot accommodate within a single block. ഒരു സിംഗിൾ ബ്ലോക്കിൽ മാത്രമായിട്ട് ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ കൺഫൗണ്ടിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇനി ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ എപ്പോഴാണ് കൺഫൗണ്ടിങ് വേണ്ടി വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി കൺഫൗണ്ടിങ് ഇൻ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് ഈസ് എ ഡിസൈൻ ടെക്നിക് that deliberately ties higher order interactions. That deliberately ties higher order interactions. That deliberately ties higher order interactions, interaction effect അല്ലെങ്കിൽ interactions to block differences, to reduce block size, and experimental error. അപ്പോ ബ്ലോക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാനും എക്സ്പെരിമെന്റൽ എറർ കുറയ്ക്കാനും, അതായത് നമുക്ക് എപ്പോഴും ബ്ലോക്കുകളുടെ സൈസ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് കോമ്പിനേഷൻസ് കൂടുമ്പോൾ ഇപ്പൊ എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 ഫാക്ടേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ 1 എ ബി സി, എ ബി ബി സി, എ സി, എ ബി സി, അപ്പൊ തന്നെ 8 കോമ്പിനേഷൻസോളമായി. ഇതെല്ലാം കൂടെ ചിലപ്പോൾ നമുക്കൊരു സിംഗിൾ ബ്ലോക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ അത് റെഡ്യൂസ് ചെയ്യാനും ബ്ലോക്ക് സൈസ് റെഡ്യൂസ് ചെയ്യാനും എക്സ്പെരിമെന്റൽ എറർ കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഹയർ ഓർഡർ ഇന്ററാക്ഷൻസിനെ കൺഫൗണ്ട് ചെയ്യും. ഹയർ ഓർഡർ ഇന്ററാക്ഷൻസിനെ കൺഫൗണ്ട് ചെയ്യും. ഹയർ ഓർഡർ ഇന്ററാക്ഷൻസിനെ മാത്രമേ നമ്മൾ കൺഫൗണ്ട് ചെയ്യൂ. അതായത് ഇപ്പോ ഇതിനകത്തിലെ ഹയർ ഓർഡർ ഇന്ററാക്ഷൻ ഏതാ? AB ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ഹയർ ഓർഡർ ഇന്ററാക്ഷൻസിനെ ആയിരിക്കും നമ്മൾ കൺഫൗണ്ട് ചെയ്യുക. സോ ദിസ് ഈസ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് കൺഫൗണ്ടിങ് ഇൻ factorial experiments. Okay. അപ്പൊ ഇതുവഴി നമുക്ക് എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ പറ്റും. പിന്നെ കൺഫൗണ്ടിങ് എന്ന് പറയുന്നത് സാധാരണ കൺഫൗണ്ടിങ് ഉണ്ട്, പാർഷ്യൽ കൺഫൗണ്ടിങ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു 4 മാർക്സിന്റെ രീതിയിൽ എഴുതിക്കോളാം. ഓക്കെ. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ 4x4 Latin square. When do you recommend the use of LSD over RBD? ഒരു 4x4 Latin square ഡിസൈൻ കൺസ്ട്രക്ട് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് when do you recommend the use of LSD over RBD? RBD-യെക്കാളും LSD ആണ് നല്ലതെന്ന് നിങ്ങൾ എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ആക്ച്വലി ഒരു 4x4 Latin square ഡിസൈൻ പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാ? ഒരു 4x4 Latin square ഡിസൈൻ ആണെങ്കിൽ A, B, C, D ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് കോളത്തിലും റോയിലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അത് നോക്കിക്കൊള്ളുക. അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. കോളത്തിലും റോയിലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അടുത്ത നമുക്ക് എന്ത് കൊടുക്കാം? B, C, D, A. അടുത്ത എന്ത് കൊടുക്കാം? C, D, A, B. അടുത്ത എന്ത് കൊടുക്കാം? ലാസ്റ്റ് ഫൈനലി D, A, B, C. Simple. This is a 4x4 Latin square design. Now, when you recommend the use of LSD over RBD, എപ്പോഴാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്? ഒന്ന്, when two sources of variation need to be controlled. രണ്ട് സോഴ്സ് ഓഫ് വേരിയേഷൻസ് കൺട്രോൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് LSD റെക്കമെൻഡ് ചെയ്യാം. When two sources of variation need to be controlled. രണ്ട് സോഴ്സ് ഓഫ് വേരിയേഷൻസ് കൺട്രോൾ ചെയ്യേണ്ടപ്പോ LSD ആണ് നമുക്ക് എടുക്കാൻ പറ്റും. When the number of treatment is very small. നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് വളരെ ചെറുതാവുമ്പോൾ നമുക്ക് LSD റെക്കമെൻഡ് ചെയ്യാം. Then need for higher precision. Precision കൂടുതൽ വേണ്ട സമയത്ത് need for higher precision. 4, ലിമിറ്റഡ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്. എക്സ്പെരിമെന്റൽ യൂണിറ്റ് വളരെ കുറവാണെങ്കിൽ ലിമിറ്റഡ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. എക്സ്പെരിമെന്റൽ യൂണിറ്റ് വളരെ കുറവാണെങ്കിലും നമുക്ക് LSD എന്ത് പറയാം? റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ആൻസേഴ്സ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. Twenty-ninth question. Briefly explain the direct and indirect method of standardization of death rates. അപ്പോ ഡെത്ത് റേറ്റ് സ്റ്റാൻഡർഡൈസിങ് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണുള്ളത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, ഞാനിപ്പോ അത് കൂടുതൽ എഴുതണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ നോട്ടിന്റെ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തത്. സോ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ where weighting the age specific death rates not used by corresponding population of the area to which they refer but by the population distribution of another region chosen as the standard. മറ്റൊരു റീജിയണിന്റെ എന്താ പറയാ, ഇതാണ് നമ്മൾ അതിന്റെ ഒരു ബേസിക് സംഭവമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അതായത് വെയിറ്റിംഗ് ദ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്സ് നോട്ട് ബൈ ദ കറസ്പോണ്ടിങ് പോപ്പുലേഷൻ ഓഫ് ദ ഏരിയ. ആ കറസ്പോണ്ടിങ് ഏരിയയിലെ പോപ്പുലേഷൻ അല്ല നമ്മൾ എടുക്കുന്നത്, പകരം ടു വിച്ച് ദേ റെഫർ ബട്ട് ബൈ ദ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അനദർ റീജിയൻ. അതായത് നമുക്ക് എപ്പോഴും ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരുന്ന സമയത്ത് രണ്ട് റീജിയണിലെ ഡെത്ത് റേറ്റ്സ് നമുക്ക് തരും. ഏതെങ്കിലും രണ്ട് റീജിയണിലെ ഡെത്ത് റേറ്റ് തരും. അപ്പോ ആ മറ്റേ റീജിയണിലായിരിക്കും നമ്മൾ ഇവിടെ ഒരു ബേസിക് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏരിയ സെക്കൻഡ് ഏരിയ A, B എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഇതിലെ Px of S എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് x(x+1). പിന്നെ അതിനകത്ത് ഒരു ഇതും കൂടെ ഉണ്ടല്ലോ, പിന്നെ mx of S എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷനിൽ കിടക്കുന്ന അവിടുത്തെ CDRകളാണ് കേട്ടോ, ക്രൂഡ് ഡെത്ത് റേറ്റുകളാണ്. അതായത് നമ്മളിപ്പോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താലും ഡയറക്റ്റ് മെത്തേഡിൽ സ്റ്റാൻഡർഡൈസും ചെയ്താലും നമുക്ക് ക്രൂഡ് ഡെത്ത് റേറ്റ് ആദ്യം കണ്ടുപിടിക്കണം. ആ കറസ്പോണ്ടിങ് ഏരിയയുടെ ക്രൂഡ് ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കണം. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ചെയ്യുന്നത്. ഇനി ഇൻഡയറക്റ്റ് സ്റ്റാൻഡർഡൈസേഷന്റെ പ്രത്യേകത എന്താ?
In computing the standardized death rate in direct method, it is necessary to know the number of person and the age specific death for different age group. നമ്മൾ ഡയറക്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ കറക്റ്റ് നമ്പർ ഓഫ് ആൾക്കാരും വേണം, ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റും വേണം. When we have a population classified by age, but the age specific death rate is unknown. പക്ഷെ നമുക്ക് അവരുടെ ഏജ് അറിയാം, പക്ഷെ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് അറിയില്ലെങ്കിലോ ആ സമയത്ത് നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ റീജിയണിലെ CDR ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുന്നേ എന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ല. അതിന്റെ പ്രോബ്ലം നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് അത് ആ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറും. തിയറട്ടിക്കലി ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സമയം പോലെ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഈ MX ഓഫ് എക്സും MXA MX എന്നൊക്കെ പറയുന്നത് CDR ആണ്. അത് ആക്ച്വലി നമ്മുടെ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിന്റെ അതില് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശരിക്കുള്ള നോട്ടിൽ. ഇവിടെ ഞാൻ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റിന്റെ നോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. അതും കൂടെ ചെയ്താലേ നിങ്ങൾക്ക് ഈ MXA MXB ഒക്കെ എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ഫുൾ നോട്ടിലുണ്ട്, പക്ഷെ ഞാൻ ഇത് മാത്രമായിട്ട് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത സമയത്ത് ആ MXAയുടെ ഒക്കെ ഒരു ഡെഫിനിഷൻ വിട്ടുപോയതാണ്, സോറി. അപ്പൊ സംഭവം ഇതാണ്, ക്രൂഡ് ഡെത്ത് റേറ്റ് ആണ്. ഓക്കെ, CDR. Now 13th question, define total fertility rate. Total fertility rate define ചെയ്യണം, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിഫൈൻ ചെയ്യണം. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്താണ്? ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാനൊക്കെ ഒത്തിരി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റിന് ഒരു കുഴപ്പമുണ്ട്. ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് is not of much practical utility. അത്ര പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി അതിനില്ല. Okay, because it due to this it is less used for comparative purposes. അപ്പൊ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി കുറവായതുകൊണ്ട് നമ്മൾ കമ്പാരിറ്റീവ് പർപ്പസിനെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഓവർകം ദിസ്, നമ്മൾ എന്ത് ചെയ്യും, the age specific fertility rate of different groups is combined together to make a single quantity. പല പല ഗ്രൂപ്പുകളുടെ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ്, പല ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ ഏജ് സ്പെസിഫിക് ഫെർട്ടിലിറ്റി റേറ്റ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ക്വാണ്ടിറ്റി ആക്കി മാറ്റും. അങ്ങനെ കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഒരു 2 മാർക്സിനൊക്കെ എഴുതിയാൽ മതിയെങ്കിൽ, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് is children born per K female in the child-bearing age group. This is the total fertility rate. പിന്നെ 4 മാർക്സിനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും കൂടെ കൂട്ടി എഴുതിക്കോണം. ഇനി ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് is equal to summation of lambda1 to lambda2 IX, I suffixിലെ X, that's equal to summation lambda1 over lambda2 BX divided by PFPX into K. K usually 1000. Lambda 1 and lambda 2 എന്ന് പറയുന്നത് lambda 1 and lambda 2 എന്ന് പറയുന്നത് lower and upper limits of the female child bearing age group ആണ്. lambda 1 and lambda 2 എന്ന് പറയുന്നത് upper and lower. lambda 1 lower, lambda 2 എന്ന് പറയുന്നത് upper limits of the child bearing age group. 15 to 49 ആണെങ്കിൽ 15 49 അങ്ങനെ. അതാണ് lambda 1 and lambda 2. ഓക്കെ, ഓക്കെ, അപ്പൊ ഈ IX എന്ന് ഉദ്ദേശിക്കുന്നത് ഈ BX by FPX ആണ്. BX അറിയാലോ, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, നമ്പർ ഓഫ് ബർത്ത് ടു ദ ഫീമെയിൽ ഇൻ ദ ഏജ് ഗ്രൂപ്പ് X to X plus N. X-നും X plus N-നും ഇടയ്ക്കുള്ള നമ്പർ ഓഫ് ബർത്ത് ടു ദ ഫീമെയിൽസ് ആണ്. FPX എന്ന് പറയുന്നത് ആവറേജ് ഫീമെയിൽ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് ഏജ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി. ഇത്രയാകുമ്പോൾ തന്നെ 4 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയി. അടുത്തത് 31. 31 എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ.
ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 31ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ കണ്ടുപിടിക്കണം നമുക്ക്. അതിനെ നമ്മൾ ഈ ലൈഫ് ടേബിൾസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പഠിക്കുന്ന നോർമൽ ലൈഫ് ടേബിൾ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഏജസ് തന്നിരിക്കുന്നത് 4ഉം 5ഉം ആണ്. അതായത് എക്സിന്റെ വാല്യൂസ് ആണ് 4ഉം 5ഉം. അപ്പോ ഈ LX ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അത് L4 ആണ്. അതുപോലെ D4ഉം D5ഉം തന്നിട്ടുണ്ട്. അതേപോലെ T4 തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം. സിമ്പിളാ. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് Q4 കണ്ടുപിടിക്കാം. ഇവിടെ Q4 എങ്ങനെ കണ്ടുപിടിക്കാം? അത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാ ഇക്വേഷൻസും നമുക്ക് ബൈ ഹാർട്ടഡ് ആണ്. ഞാൻ ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അറിയാം, എല്ലാം നമ്മുടെ നോട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. Q4 എന്താ? D4 by L4. That's equal to 500 by 95,000 is equal to 0.0053. അപ്പൊ നമ്മൾ Q4 കണ്ടുപിടിച്ചേ. ഇനി നമുക്ക് P4 കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ടുള്ളത് ആദ്യം കണ്ടുപിടിക്കുന്നേ ഉള്ളൂ കേട്ടോ. P4 കണ്ടുപിടിക്കാം. That's equal to 1 minus Q4. That's equal to 0.9947. ഞാൻ ഇവാലുവേറ്റ് ചെയ്തത് നിങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് P4 കിട്ടി. Q4 കിട്ടിയപ്പോ തൊട്ട് പുറകെ തന്നെ P4 കിട്ടി. P plus Q equal to 1 ആണല്ലോ. ഇനി നമുക്ക് L4 കണ്ടുപിടിക്കാം. എങ്ങനെ? L4 is equal to L4 plus L5 by 2. L4 നടക്കുന്നു. ഓക്കെ, പക്ഷെ L5 ഇല്ല. L5 എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാ. L5 is equal to L4 minus D4. L4 ഉണ്ട്, D4 ഉണ്ട്. That's equal to 94,500. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ L4 എന്ത് കിട്ടും? 94,750. അപ്പൊ ഇത് രണ്ടും സിമ്പിൾ ആയിട്ട് മനസ്സിലായി കാണും. ക്യാപിറ്റൽ L4 കണ്ടുപിടിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് L4ഉം L5ഉം വേണമെന്ന്. അപ്പൊ നമ്മുടെ L5 ഇല്ല, പക്ഷെ L4 ഇവിടെ ഉണ്ട്. അപ്പൊ L5 കണ്ടുപിടിക്കാൻ വേണ്ടി L4 മൈനസ് D4 ചെയ്തു. ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ നോട്ടിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പഠിച്ചത് അവിടുത്തെ നോട്ടിലുണ്ട്. ആ ഇക്വേഷൻസ് ഒന്നുകൂടെ പൊടുതട്ടി എടുത്തൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. L4 മൈനസ് D4 അത് കിട്ടി. അപ്പൊ എനിക്കിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ലൈഫ് ടേബിൾ എന്താന്ന് പറയാം, ആ ഓരോ ഇക്വേഷൻസും വന്ന വഴികൾ പറയാം. പക്ഷെ ഇപ്പോഴത്തേക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. മീൻസ് അറിയാവുന്നവർക്കൊക്കെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞോ, വേണമെങ്കിൽ ഇതിന്റെ ഒരു ക്ലാസ് എടുത്തു തരാം, ഒരു വീഡിയോ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കൂ, നമുക്ക് വീഡിയോ ചെയ്തു തരാം. അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് കിട്ടി. ഇനി എന്താ? E4 കണ്ടുപിടിക്കാം. എന്താ? L4 by capital T4 by L4. ക്യാപിറ്റൽ T4 തന്നിട്ടുണ്ട്, L4 നമ്മൾ നമ്മളെ കണ്ടുപിടിച്ചു. അപ്പൊ എത്ര കിട്ടും? 51.06. ഓക്കെ, ഇനി Q5 കണ്ടുപിടിക്കാം. എങ്ങനെയാ? D5 by L5. D5 കണ്ടുപിടിച്ചോ നമ്മള്? D5 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കണ്ടുപിടിച്ചൊന്ന് എഴുതി പോകാവേ. L5 കണ്ടുപിടിച്ചായിരുന്നു, പിന്നെ P4, പിന്നെ E4 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന Q5 ആണ്. അപ്പൊ Q5 is equal to ഇത് രണ്ട് നിങ്ങൾ വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ 0.0042 കിട്ടും. Q5 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ P5 സിമ്പിൾ അല്ലേ? 1 മൈനസ് Q5 ചെയ്താൽ മതിയല്ലോ. അപ്പൊ എത്ര കിട്ടും? 0.9958 കിട്ടും. അപ്പൊ നമുക്ക് P5 കിട്ടി. ഇനി എന്ത് വേണം? L5 കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? L5 എങ്ങനെ കണ്ടുപിടിക്കാം? L5 plus L6 by അല്ല, അത് അങ്ങനെ കണ്ടുപിടിക്കണ്ട. L5 by L6 വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം. L5 by L6 by 2 ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ
L6 അത് നിങ്ങൾക്ക് അല്ലാതെ തന്നെ മേളത്തേത് ഉപയോഗിച്ച് L6 കണ്ടുപിടിക്കാൻ കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ആൻസർ 9400 പ്ലസ് 9400 ഡിവൈഡഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ നമുക്ക് 94300 കിട്ടും. അപ്പൊ L5 കിട്ടി. ഇത് നമുക്ക് T5 കണ്ടുപിടിക്കാം. സിമ്പിൾ അല്ലേ? T4 മൈനസ് L4. അപ്പൊ അത് ചെയ്യുമ്പോൾ 47 അത് കിട്ടും. T5 കിട്ടി. ഇനി ഫൈനലി നമുക്ക് E5 കൂടെ വേണം. ദാറ്റ് ഇസ് T5 by L5 ദാറ്റ്സ് ഈക്വൽ ടു 50.32. എല്ലാം കിട്ടി. സിമ്പിളാ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ ഇതിപ്പോ എങ്ങനെയാ ചെയ്യാന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളാ. നമ്മൾ അവിടെ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അയ്യോ ഇപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെ ആയിരുന്നു എന്ന് ഓർക്കണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഓർമ്മയുണ്ടോ? dx is equal to lx minus lx plus 1. അപ്പൊ ഇതിനകത്ത് d4 വേണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? d4 മൈനസ് d5 ചെയ്താൽ മതി. സോറി L4 മൈനസ് L5 ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതേപോലുള്ള കുറെ ഇക്വേഷൻസ് നമ്മൾ ലൈഫ് ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്താൽ മതി. കയ്യിലില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയൂ, നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നത്, കുറെ പാർട്ടുകൾ ആക്കണ്ടല്ലോ. ഒരു 2 പാർട്ടാക്കി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് തീർക്കാം, അധികം സമയമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള സജഷൻസ് ഉണ്ട്, സ്പീഡ് കുറയ്ക്കണം എന്നൊക്കെ കമന്റ് ബോക്സിൽ പറയാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ 15 മാർക്സിലേക്ക് വരാണ്. What are factorial experiments? Explain what is meant by main effect and interaction effects in factorial experiment. ഇതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് എന്താന്ന് ഞാൻ പറഞ്ഞല്ലേ ഒരു തവണ അല്ലെ? എന്താ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു. RBD ഞാൻ അതൊന്നും എഴുതുന്നില്ല, അങ്ങനെ എഴുതിയാൽ നമുക്ക് ഒരുപാട് സമയം പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു RBD LSD ഒക്കെ ചെയ്യുന്ന സമയത്ത് when we do RBD and LSD or other designs, വേറെ ഏതെങ്കിലും ഒക്കെ അതിന് മേലോട്ടൊക്കെയുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടല്ലോ ചെയ്യുന്ന സമയത്ത്, we have considered the testing of a number of treatments not necessarily related to each other. ഒരു ഇന്ററാക്ഷൻസ് നോക്കാതെ നമ്മൾ മെയിൻ എഫക്റ്റുകൾ, ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ നമുക്കറിയാം, നമ്മൾ RBD ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? TSS is equal to SST plus SSC ആണ്. അതായത് ടോട്ടൽ സം ഓഫ് സ്ക്വയറിനെ, അതായത് ടോട്ടൽ എററിനെ നമ്മൾ ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയേഴ്സ് ആയിട്ടും എറർ സം ഓഫ് സ്ക്വയേഴ്സും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കും, പിന്നെ എറർ സം ഓഫ് സ്ക്വയർ കണ്ടുപിടിക്കും, എന്നിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെ? പക്ഷെ നമ്മൾ അവിടെ ഈ ട്രീറ്റ്മെന്റും എററും കൂടെ ഒന്നിച്ചുള്ളത് ചെയ്യുന്നുണ്ടോ? ഇന്ററാക്ഷൻസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അത് പോട്ടെ, ഇത് CRDയിലാണ് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ CRD എടുത്ത് പറയാത്തത്. കാര്യം ട്രീറ്റ്മെന്റും എററും കൂടെ ഒന്നിച്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അത് പോട്ടെ, നമുക്ക് RBD എടുക്കാം. RBD എടുക്കുന്ന സമയത്ത് AB റോയിങ് കോളം ഉണ്ടല്ലോ RBD. അപ്പൊ നമ്മൾ SSA കണ്ടുപിടിക്കും. അതായത് TSS is equal to SSA plus SSB plus SSC. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RBDയിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ SSAB ഒരുമിച്ച് ചെയ്യുന്നില്ല, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഒരെണ്ണത്തിനെ നമ്മളൊന്ന് സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു മെയിൻ എഫക്ട് കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് നമ്മൾ ശരിക്കുള്ള എക്സ്പെരിമെന്റിൽ ചെയ്യുന്നത്. പക്ഷെ ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരേ സമയത്ത് ഇന്ററാക്ഷൻ എഫക്ട്സും കണ്ടുപിടിക്കും, മെയിൻ എഫക്റ്റും കണ്ടുപിടിക്കും ഒരേ സമയത്ത്. സോ നമുക്ക് കോസ്റ്റും ടൈമും ഒക്കെ കുറച്ച് മതി. അതാണ് ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ in factorial experiments the effect of several factors of variations are studied and investigated simultaneously and also estimate the interaction effect ന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് 15 മാർക്കിനല്ലേ? ഇങ്ങനെ പറഞ്ഞു തന്നാൽ എങ്ങനെയാ എഴുതാൻ പറ്റാ? ഇതിന്റെ മെറ്റീരിയൽസ് കിട്ടും. അതിന് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം, നമ്മൾ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു 1 hour ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ 15 മാർക്കിന് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ഫുൾ എസ്സേ എനിക്ക് എഴുതി കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് ഇമേജ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതിലും പോരായ്മകൾ ഉണ്ടാവും.
ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫാക്ടോറിയൽ എക്സ്പെരിമെന്റ്. പിന്നെ അവർ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ 15 മാർക്കിനാണ് കേട്ടോ, ഒരു പേപ്പർ ഒക്കെ വേണം നമുക്ക്. ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്കാണെന്ന് അറിയാം, നമ്മുടെ നോട്ടിലുണ്ട്. സോ what is meant by main effect and interaction effect? എന്താണ് മെയിൻ എഫക്ട്, എന്താണ് ഇന്ററാക്ഷൻ എഫക്ട്? മെയിൻ എഫക്ട് എന്ന് പറയുന്നത് the effect of one factor, the effect of one factor on the response variable, on the response variable averaged over levels of other factors. അതായത് ഒരു ഫാക്ടറിന്റെ എഫക്ട്, മെയിൻ എഫക്ട്, ഇപ്പൊ എയും ബിയും ആണെങ്കിൽ മെയിൻ എഫക്ട് ഓഫ് എ, മെയിൻ എഫക്ട് ഓഫ് എ എന്ന് പറയുമ്പോൾ അതായത് ആ എ എന്ന് പറയുന്ന ഒരു ഫാക്ടറിന്റെ എഫക്ട് അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ആവറേജ്ഡ് ഓവർ ലെവൽസ് ഓഫ് അതർ ഫാക്ടേഴ്സ്. ഇപ്പൊ ബി ആണ് അതർ ഫാക്ടർ എങ്കിൽ അതിന്റെ ലെവലിന്റെ എഫക്ട് കൊണ്ട് നമ്മൾ ആവറേജ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ എയും ബിയും മാത്രമാണ് ഫാക്ടർ ആയിട്ട് വരുന്നതെങ്കിൽ മെയിൻ എഫക്ട് ഓഫ് എ എന്ന് പറയുന്നത് എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് 1 ബൈ 2. എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് 1 ബൈ 2. അതുപോലെ മെയിൻ എഫക്ട് ഓഫ് ബി എന്തായിരിക്കും വരിക? എ പ്ലസ് 1 ഇൻറ്റു ബി മൈനസ് 1 ബൈ 2. ഇത് ഞങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും? സിമ്പിളാ. എയുടെ ആണ് മെയിൻ എഫക്ട് എങ്കിൽ എക്കാണ് -1, ബിയുടെ ആണ് മെയിൻ എഫക്ട് എങ്കിൽ ബിക്കാണ് -1 ബൈ 2. അതാണ് ആവറേജ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ബൈ 2. സോ ദിസ് ഇസ് മെയിൻ എഫക്ട്. ഇനി വാട്ട് ഇസ് ഇന്ററാക്ഷൻ എഫക്ട്? എന്താണ് ഇന്ററാക്ഷൻ എഫക്ട്? Occurs when the effect of one factor depends on the level of another factor. Occurs when, അതായത് interaction effect വരുന്നത് when the effect of one factor depends on effect of another factor. അതായത് എയും ബിയും ആണെങ്കിൽ എയുടെ എഫക്ട് ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇന്ററാക്ഷൻ എഫക്ട് സംഭവിക്കുന്നത്. അതായത് ഇപ്പോ ഇന്ററാക്ഷൻ എഫക്ട് ഓഫ് എ ബി ആണ് വേണ്ടതെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പൊ രണ്ടിന്റെയും എഫക്ട് വന്നില്ല, അപ്പൊ രണ്ടിനും നമ്മൾ -1 കൊടുക്കണ്ടേ? അപ്പൊ എ -1 ഇൻറ്റു ബി -1 ബൈ 2. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ട്രിക്ക് ഒക്കെ വെച്ച് പഠിച്ചു വെക്കാം കേട്ടോ. സോ ദിസ് ഇസ് മെയിൻ എഫക്ട് ആൻഡ് ഇന്ററാക്ഷൻ എഫക്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 32ന്റെ ആൻസർ. അപ്പൊ അത്യാവശ്യം നല്ല പോലെ എഴുതണം. ഇത് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 33 derive the complete statistical analysis of RBD. ഒരു RBDയുടെ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതും എനിക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് പറയുന്നത് വളരെ എന്താ പറയാ ലിമിറ്റേഷൻ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ RBD എന്താണെന്നൊന്ന് പറയാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മെയിൻ ആയിട്ടുള്ള നോക്കി വെക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ നോട്ടോ എന്താന്ന് വെച്ചാൽ നോക്കി പഠിച്ചോളാം. ഓക്കെ, അപ്പൊ RBD എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ അല്ലെ? അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു 2-way ANOVA. RBD എന്ന് പറഞ്ഞാൽ randomized block design and its statistical procedure is completely same as the 2-way ANOVA. Okay, randomized block design എന്ന് പറയുമ്പോൾ അതിനകത്ത് randomization വരും, replication വരും, and additionally local control കൂടെ വരും. ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. If the plot given for conducting the experiment are not homogeneous, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന പ്ലോട്ട് ഹോമോജനസ് അല്ലാത്ത സിറ്റുവേഷൻസിൽ, ഹെട്രോജനസ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ യൂസ് ചെയ്യും. എങ്ങനെയാ ചെയ്യാം?
ഇപ്പോ 6 ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹോൾ എക്സ്പെരിമെന്റൽ മെറ്റീരിയലിനെ നമ്മൾ എസ് ബ്ലോക്കുകളായിട്ട് തിരിക്കും. ഓരോ ബ്ലോക്കിലും 6 പ്ലോട്ടുകൾ ഉണ്ടായിരിക്കണം. This is the basic experimental procedure of RBD. Appo we adopt RBD when we have a heterogeneous experimental material. Now, if we have R treatments, we divide the entire experimental material or entire experimental area into S different blocks, and each blocks are homogeneous. അത് ഓരോ ബ്ലോക്കും ഹോമോജനസ് ആയിരിക്കും. ആൻഡ് ഈച്ച് ബ്ലോക്ക് കണ്ടെയ്ൻ ആർ പ്ലോട്ട്സ്. ഓരോ ബ്ലോക്കിലും 6 പ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ബിക്കോസ് 6 ട്രീറ്റ്മെന്റുകളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ട്രീറ്റ്മെന്റ് റാൻഡം ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ RBD എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അനാലിസിസിൽ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ എന്താ മോഡലാണ്. The model is Yij is equal to mu, അതായത് ജനറൽ മീൻ എഫക്ട് പ്ലസ് ആൽഫ ഐ. ആൽഫ ഐ എന്താ? എഫക്ട് ഡ്യൂ ടു ith ട്രീറ്റ്മെന്റ്. ith ട്രീറ്റ്മെന്റിന്റെ എഫക്ട് പ്ലസ് ബീറ്റ ജെ, jth ബ്ലോക്കിന്റെ എഫക്ട്. അപ്പൊ ഇത് ട്രീറ്റ്മെന്റിന്റെ എഫക്ട്, ഇത് jth ബ്ലോക്കിന്റെ എഫക്ട് പ്ലസ് എപ്സിലോൺ ij. ദാറ്റ് ഇസ് എ റാൻഡം കമ്പോണന്റ്. ഈ റാൻഡം കമ്പോണന്റിന്റെ പ്രത്യേകത എന്താ? അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. IID ആൻഡ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും വിത്ത് 0 മീൻ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. എല്ലാത്തിന്റെയും വേരിയൻസ് സിഗ്മ സ്ക്വയർ തന്നെ ആയിരിക്കും. ഹോമോസെഡാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇനി ഇവിടുത്തെ H0 H1 എന്താണ്? ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു ആൽഫ ആർ. നമ്മളിവിടെ I 1 2 3 എക്സെട്ര അപ് ടു ആറും J 1 2 3 എക്സെട്ര അപ് ടു എസും ആണ്. ആൻഡ് H1 എന്താ? അല്ല, H0 1ഉം H0 2ഉം. H0 2 എന്താ? ബീറ്റ 1 ഈക്വൽ ടു ബീറ്റ 2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു ബീറ്റ യെസ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു ബീറ്റ. ഇതാണ് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ആ ചോദിച്ചേക്കുന്നത്. അതൊരു 2 പേജെങ്കിലും വരും. അത് മൊത്തം ഇവിടെ എഴുതിക്കോണം. ഇവിടെ എന്താ നമ്മൾ ബേസിക്കലി ടെസ്റ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ ടോട്ടൽ സം ഓഫ് സ്ക്വയറിനെ SSA പ്ലസ് SSB പ്ലസ് SSE ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് ഓർത്തു വെച്ചോളാം. ഓക്കെ. പ്ലസ് ഒരു SSTയും കൂടെ ഉണ്ട്, ട്രീറ്റ്മെന്റ് സം ഓഫ് സ്ക്വയറും കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2 F ടെസ്റ്റുകൾ വരും, F1 F2. F1 എന്താ? MST by MSE. F2 എന്താ? MSB by MSE. അപ്പൊ അങ്ങനെ വേണ്ട, SST വേണ്ട, SSA SSB മതി. അപ്പൊ MSA by MSE, MSB by MSE ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ടോട്ടൽ സം ഓഫ് സ്ക്വയറിനെ A B 2 ഫാക്ടേഴ്സിന്റെ പ്ലസ് എറർ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 2 ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഇവിടെ വരും, F1 F2. ഓക്കെ. ഇതിന് എയുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം R-1, ഇതിൻ്റെത് S-1, എററിൻ്റെത് R-1 into S-1, ടോട്ടലിൻ്റെത് RS-1. ഇങ്ങനെയാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് വരിക. പിന്നെ ഒരു അനോവ ടേബിളും കൂടെ എഴുതണം. അത്രയും കാര്യങ്ങളാകുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. എനിക്ക് ഫുൾ ഇവിടെ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര അയച്ചു നിർത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ നോട്ട് നോക്കി പഠിച്ചോളാം. എപ്പോഴും പറയുന്ന പോലെ ആവശ്യമുള്ളവർ ചോദിക്കാം. ഓക്കെ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ നമ്പർ 33. Now, the second last question. Okay, I think this is the second last question. ഇത് ആക്ച്വലി കുറച്ച് അധികം ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. അതായത് ഇത് ചെയ്ത് കാണിക്കാനുള്ള സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഏകദേശം ഒരു 1 hour ആവാനായി നമ്മുടെ വീഡിയോ. ഒത്തിരി ആയാലും നിങ്ങൾക്ക് അത് ഭയങ്കര ബോർഡൻ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ 34ന്റെ ആൻസർ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.
ഓക്കെ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മൾ 34ന്റെ ആൻസർ അപ്ലോഡ് ചെയ്യാം. ഒരു പുതിയ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാര്യം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ കണ്ടോ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി. ഞാൻ ഇവിടെ ഒരു 2 സ്ലൈഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിനകത്ത് പറഞ്ഞു തീർക്കാമെന്നാണ് ആക്ച്വലി വിചാരിച്ചിരുന്നത്. ഇത് ചെയ്ത് കാണിക്കാൻ നമുക്കൊരു 2-3 സ്ലൈഡ് വേണം, കുറച്ചധികം ചെയ്തെടുക്കാനുണ്ട്. ബിക്കോസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് ക്വസ്റ്റ്യൻ. അത് നല്ലോണം ചെയ്ത് കാണിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനൊരു ഹാഫ് ആൻ അവർ വേണം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ. Give a brief account on sample registration system in India. Sample registration system in India at a brief account ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതും കുറച്ച് പോയിന്റ് ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ സെന്റൻസ് ആക്കി എഴുതിക്കോളാം. ബിക്കോസ് ദിസ് ഇസ് എ 15 മാർക്സ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാലോ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം നമ്മൾ ആക്ച്വലി പറയുന്നത് നമ്മുടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. വൈറ്റൽ ഇവന്റ്സ് രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് ഈ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ലാർജ് സ്കെയിൽ കണ്ടിന്യൂസ് ഡെമോഗ്രഫിക് സർവേ ആണ്. ലാർജ് സ്കെയിൽ കണ്ടിന്യൂസ് ഡെമോഗ്രഫിക് സർവേ ആണ്. ഒരു ലാർജ് സ്കെയിൽ കണ്ടിന്യൂസ് ഡെമോഗ്രഫിക് സർവേ ആണ് ഈ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അഥവാ SRS എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ, ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് the office of the registrar general. The office of the registrar general. രജിസ്ട്രാർ ജനറലിന്റെ ഓഫീസ് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ 1964 to 1965 ആൻഡ് ബിക്കം ഫുള്ളി ഓപ്പറേഷണൽ. അത് ഫുള്ളി ഓപ്പറേഷണൽ ആയിട്ട് വന്നത് 1969 to 70 ആണ്. ഓക്കെ, അപ്പോ ഇതൊരു ലാർജ് സ്കെയിൽ കണ്ടിന്യൂസ് ഡെമോഗ്രഫിക് സർവേ ആണ് ഇനിഷ്യേറ്റഡ് ബൈ ദ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറൽ. അത് ഇനിഷ്യേറ്റ് ചെയ്തത് 64 to 65 ആണെങ്കിലും കംപ്ലീറ്റ്ലി എന്താ പറയാ ഓപ്പറേഷണൽ ആയിട്ട് വന്നത് 69 to 70ലാണ്. ഇറ്റ് പ്രൊവൈഡ് റിലയബിൾ ആനുവൽ ഡേറ്റ ഓൺ വൈറ്റൽ ഇവന്റ്സ്. ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് റിലയബിൾ ആനുവൽ ഡേറ്റ ഓൺ വൈറ്റൽ ഇവന്റ്സ്. വൈറ്റൽ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാലോ? ബർത്ത്, ഡെത്ത്, മാരേജ്, ഡിവോഴ്സ്, ഇതെല്ലാം വൈറ്റൽ ഇവന്റ്സ് ആണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എല്ലാ ഡേറ്റാസും വൈറ്റൽ ഇവന്റ്സ് ആണ്. ഓക്കെ, at the national and state level. Okay, അപ്പൊ ഇതൊരു റിലയബിൾ ആനുവൽ ഡേറ്റ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഡെമോഗ്രഫിക് സർവേ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതൊരു ലാർജസ്റ്റ് ഡെമോഗ്രഫിക് സർവേ ആണ് ഇൻ ദ വേൾഡ്, കവറിംഗ് ഓവർ 8.4 million people in 2021. Okay, encompassing both rural villages and urban blocks across all state and union territories. Okay, it uses dual record system to ensure accuracy. ഇത് dual record system ആണ് ensure ചെയ്യുന്നത്. It ensure dual record system to ensure accuracy. ഇത് dual record system ആണ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് to ensure accuracy. ഇനി ഇത് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? It provides crucial annual data including crude birth rate, crude death rate, infant mortality rate, total fertility rate, sex ratio, ഇങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല വൈറ്റൽ ഇവന്റ്സും ഇത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് ഒരു പാരഗ്രാഫ് ആക്കി ഒരു 15 മാർക്സിനുള്ളത് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ലാർജ് സ്കെയിൽ സർവേ ആണ്. It is one of the largest demographic surveys in the world. വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെമോഗ്രഫിക് സർവേ ആണിത്.
8.4 million people in 2021 ഇവർ കവർ ചെയ്തിട്ടുണ്ട്. എവിടൊക്കെ? ബോത്ത് റൂറൽ വില്ലേജസ് ആൻഡ്, അതൊക്കെ പോയിന്റ്സ് ആണ്, ബോത്ത് റൂറൽ വില്ലേജസ് ആൻഡ് urban blocks across all over states and union territories. Okay, അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 15 മാർക്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പൊ 34ന്റെ ആൻസർ നമ്മൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യും, കൺഫേം ആയിട്ടും ചെയ്യും. ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് ഭയങ്കര വലുതാക്കണ്ട വിചാരിച്ചിട്ടാണ്. ഓൾറെഡി അത് നമുക്കൊരു ഹാഫ് ആൻ അവർ വരുന്നുണ്ട്. അപ്പൊ ചിലർക്ക് ഇത് ഈ വൺ അവർ വീഡിയോ ഒക്കെ ഇങ്ങനെ കറങ്ങി വരാനൊക്കെ നെറ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് പ്രശ്നമായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിൽ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, ആൻഡ് ഓൾസോ പല സെമിസ്റ്ററിന്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. ആൻഡ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആകുന്നു തോന്നിയാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. And also subscribe here for getting more videos related to statistics. Thank you.